ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പാർട്സ് ഓഫ് സർക്കിൾസ് അഥവാ വൃത്തഭാഗങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 193 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ പിക്ചർ ബിലോ ആർക്സ് ഓഫ് സർക്കിൾസ് ആർ ഡ്രോൺ centered on two opposite vertices of a square and passing through the other two vertices. What is the area of the green region? ഇവിടെ ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് ഗ്രീൻ കളർ റീജിയൻ. നമുക്ക് എക്സാമിന് ഗ്രീൻ കളർ ഒന്നും തരികയല്ല, ഷെയ്ഡ് ചെയ്താൽ തരുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇതൊരു സ്ക്വയർ ആണെന്നറിയാമല്ലോ. ആ സ്ക്വയറിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ വെർട്ടെക്സിൽ കുത്തിക്കൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഒരു ആർക്ക് വരയ്ക്കുമ്പോൾ മറ്റേ വെർട്ടെക്സിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആർക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സെക്ടർ കിട്ടി. ഇനി ആ സെക്ടറിൽ നിന്ന് അതേ സൈസുള്ള വേറൊരു സെക്ടറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് തിരിഞ്ഞിരിക്കും. ഇങ്ങനെ സ്ക്വയറിൻ്റെ മറ്റേ 2 സൈഡുകളായിരിക്കും വരുന്നത്. അപ്പോൾ അടുത്ത സെക്ടർ ഇതാണ് ഒന്നാമത്തെ സെക്ടർ. ഇനി അടുത്ത സെക്ടർ ഞാൻ വരയ്ക്കാൻ പോകണം. അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സെ ടച്ച് ചെയ്തുകൊണ്ട് ഈ 2 സൈഡുകൾ ജോയിൻ ചെയ്യുക. അപ്പോൾ കിട്ടിയല്ലോ. ഇനി ഇപ്പം നമുക്ക് എന്താ, ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ 2 പ്രാവശ്യം വന്നു അല്ലെ? ആദ്യത്തെ സെക്ടറിലും വന്നു, രണ്ടാമത്തെ സെക്ടറിലും വന്നു. അപ്പോൾ 2 പ്രാവശ്യം വന്നു. നമുക്ക് ആ ഗ്രീൻ കളർ റീജിയൻ അഥവാ ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രം മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 2 സെക്ടറിൻ്റെയും ഏരിയ സെയിം ആണല്ലോ, 2 വൃത്താംശങ്ങളുടെയും പരപ്പളവുകൾ സെയിം ആണ്. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്നും സ്ക്വയറിന്റെ പരപ്പളവ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം മാത്രം കിട്ടും. അതായത് ഒരു പ്രാവശ്യമേ കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പോൾ എങ്ങനെ സമവാക്യം എഴുതാം? ഏരിയ ഓഫ് ഗ്രീൻ കളർ റീജിയൻ ഈക്വൽ ടു area of 2 sectors minus area of square. അല്ലെങ്കിൽ പച്ചഭാഗത്തിന്റെ പരപ്പളവ് സമം മൈനസ് സമചതുരത്തിന്റെ പരപ്പളവ്. ഇങ്ങനെ എഴുതാമല്ലോ. ഇനി ഓരോ വൃത്താംശങ്ങളുടെയും പരപ്പളവ് സെയിം ആണ്. അപ്പൊ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചിട്ട് 2 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. അപ്പോൾ 2 ടൈംസ് നമുക്ക് വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം അറിയാം. x/360 ഇൻറ്റു πr² മൈനസ് സമചതുരത്തിന്റെ പരപ്പളവ് എന്താ? വശം ഗുണം വശം, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്. ഇനി എക്സ് എത്രയാണ്? എക്സ് 90 ആണ്. കാരണം സമചതുരത്തിന്റെ എല്ലാ കോണും 90 ഡിഗ്രി ആണ്. ഇൻറ്റു പൈ ഇൻറ്റു 6. 6 എന്ന് പറഞ്ഞാൽ ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണല്ലോ സ്ക്വയറിന്റെ. അപ്പോൾ 4 തന്നിട്ടുണ്ട്. മൈനസ് സൈഡ് ഇൻറ്റു സൈഡ് 4 ഇൻറ്റു 4. 0 കട്ട് ചെയ്തു. 9 4 ആണ് 36. ഇനി ഇവിടെ 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. അപ്പോൾ 2 വരും. ഇനി 4² 16 ആണ്. 16π/2. അപ്പോൾ 16/2 എന്ന് പറയുന്നത് 8 ആയി. 8π മൈനസ് 16. 4 4s are 16. ഇനി പൈയുടെ വില നമുക്ക് ഇട്ട് കൊടുക്കാം. പൈ എന്ന് പറയുന്നത് 3.14 ആണ്. അപ്പോൾ 3.14 ഇൻറ്റു 8 എത്ര നോക്കാം. 8 4s are 32. ഇപ്പോൾ 25.12 മൈനസ് 16 ഡെസിമൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 16.00 ഇടണം. ഇപ്പം 9.12 എന്ന് കിട്ടി. 9.12 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഏരിയ ഓഫ് ദ ഗ്രീൻ കളർ റീജിയൻ അഥവാ പരപ്പളവ്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് 9.12 സ്ക്വയർ മീറ്റർ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പിക്ചർ ബിലോ ഷോസ് 2 സർക്കിൾസ് ഓഫ് ദ സെയിം റേഡിയസ്, ഈച്ച് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ അതർ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റീജിയൻ കോമൺ ടു ബോത്ത്. അതായത് ഇവിടെ 2 സർക്കിൾസ് ഉണ്ട്.
ഒന്നാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ സർക്കിളിന്റെ സെന്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സർക്കിൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സർക്കിളിന്റെ സെന്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ആണല്ലോ ഈ നടുക്കുള്ളത്, അതിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു സെക്ടർ പോലെ ഒന്നും അല്ല കിടക്കുന്നത്, ഒരു വൃത്താംശം പോലെ ഒന്നും അല്ല കിടക്കുന്നത്, പക്ഷെ നമുക്കിത് കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഈ രണ്ട് സെന്ററുകളിന് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ സർക്കിളിന്റെ റേഡിയസ് ആയിട്ടല്ല ഈ 2 സെന്റിമീറ്റർ കിടക്കുന്നത്, അതേപോലെ തന്നെ രണ്ടാമത്തെ സർക്കിളിന്റെയും റേഡിയസ് ആണല്ലോ ഈ 2 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 സർക്കിൾസും ജോയിൻ ചെയ്തിരിക്കുന്ന മീറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റും ഈ സെന്ററും തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്കൊരു സെക്ടർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു വൃത്താംശത്തിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വൃത്താംശമല്ലോ, അതായത് ഈ ഒരു ആർക്ക് ഭാഗം കളഞ്ഞാൽ ഇതൊരു വൃത്താംശമാണല്ലോ. അപ്പൊ ഈ വൃത്താംശത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് എന്ത് വേണം? ആംഗിൾ വേണം, കോണിന്റെ അളവ് ഇത് എത്രയാന്നുള്ളത് വേണം. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് 2 സെന്റിമീറ്റർ ആണ്. ഇനി ഇത് കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്കുള്ള വരയാണല്ലോ, അപ്പൊ അതും 2 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ കേന്ദ്രകോൺ എത്ര വരും? ഇനി ഇവിടെ നോക്കിക്കേ, ഇതും കൂടെ ജോയിൻ ചെയ്താലോ, അവിടെയും അത് രണ്ടാമത്തെ വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് ആയിട്ട് വരും. അപ്പൊ അതിന് 2 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇതെന്ത് ടൈപ്പ് ട്രയാങ്കിളായി? ഒരു സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിളായി. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ കോണിന്റെ അളവ് നമുക്കറിയാം 60 ഡിഗ്രിയാണ്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഉണ്ടല്ലോ, രണ്ടിനും പൊതുവായിട്ട് വരുന്ന അതിന്റെ പകുതി കാണുക. പകുതിയുടെ ഏരിയ ആണ് ആദ്യം കാണുന്നത്. അപ്പൊ അതായത് ഈ താഴോട്ടുള്ള ഭാഗത്തിന്റെ ഏരിയ അല്ല, മുകളിലോട്ടുള്ള ഭാഗത്തിന്റെ ഏരിയ നമുക്ക് ആദ്യം കാണാം. രണ്ടും എന്നിട്ട് സെയിം ആണല്ലോ, അപ്പൊ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ മുഴുവൻ ഏരിയയും കിട്ടുമല്ലോ. അപ്പോൾ ഇവിടിന്റെ ഈ മുകളിലത്തെ ഏരിയ കാണുന്ന എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വരച്ച ആ ഒരു സെക്ടർ ഉണ്ടല്ലോ, ആ സെക്ടറിന്റെ ഏരിയയും രണ്ടാമത് വരച്ച സെക്ടർ, അതായത് ഈ ആർക്കിനെ കളഞ്ഞുകൊണ്ട് ഇങ്ങോട്ടുള്ള സെക്ടർ, ആ 2 സെക്ടറിന്റെ കൂടെ ഏരിയ കൂട്ടിയിട്ട് ഈ കോമൺ ആയിട്ട് വരുന്ന ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിന്റെ ഏരിയ കളഞ്ഞാൽ പോരെ. അതായത് അതിന്റെ ഏരിയ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. ഏരിയ ഓഫ് ഹാഫ് ഓഫ് കോമൺ റീജിയൻ ഈക്വൽ ടു, അപ്പൊ ഈ താഴോട്ടുള്ള ഭാഗം നമ്മളിപ്പോ കാണുന്നില്ല, മറ്റേ ഇരട്ടിയായിട്ട് എടുത്താൽ മതി. അപ്പൊ എന്താണ്? 2 സെക്ടർ ഉണ്ട്, 2 ടൈംസ് ഏരിയ ഓഫ് സെക്ടേഴ്സ്. കാരണം രണ്ടിന്റെയും ഏരിയ സെയിം ആണ്, അതുകൊണ്ടാണ് 2 ടൈംസ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഏരിയ ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അതായത് പൊതുവായ ഭാഗത്തിന്റെ പരപ്പളവിന്റെ പകുതി സമം 2 ഇൻറ്റു വൃത്താംശത്തിന്റെ പരപ്പളവ് മൈനസ് സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ്. നിങ്ങൾ സ്റ്റെപ്പ് അങ്ങനെ എഴുതണം. ഈക്വൽ ടു 2 ടൈംസ് ഏരിയ ഓഫ് എ സെക്ടർ അഥവാ വൃത്താംശത്തിന്റെ പരപ്പളവ് കാണാൻ നമുക്കറിയാം x/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയും കാണാൻ അറിയാം √3/4 a സ്ക്വയർ. ഇവിടെ 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന കോണ്, കേന്ദ്രകോണിന്റെ അളവ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയാണ്. 60/360. ഈ 60 വന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ടാണ്. ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആറല്ലേ 2 സെന്റിമീറ്റർ, 2 സ്ക്വയർ മൈനസ് √3/4 ഇൻറ്റു എ സ്ക്വയർ. എ എന്ന് പറയുന്നത് ഈ സമഭുജ ത്രികോണത്തിന്റെ അഥവാ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്താണ്. ഇനി 0 ക്യാൻസൽ ആയി. 6 6 ആണ് 36.
ഇനി 2ഉം 6ഉം കൂടെ ക്യാൻസൽ ആയപ്പോൾ 3 വന്നു. ഇനി 2 സ്ക്വയർ 4, അപ്പോൾ 4π/3 മൈനസ് ഇത് 2 സ്ക്വയർ 4 ആണ്. ആ 4ഉം 4ഉം കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ √3 മാത്രമേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. അതായത് 4 × 3.14/3 മൈനസ് √3യുടെ വാല്യൂ 1.73. 4 × 3.14 എത്രയാണെന്ന് നോക്കാം. 12.56. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 12നകത്ത് 3 4 ടൈംസ് ആണ്. 5നകത്ത് 3 1 ടൈം. റിമൈൻഡർ 2 ഉണ്ട്. 26നകത്ത് 3 എന്ന് പറയുന്നത് 8 ടൈംസ് ആണ്. റിമൈൻഡർ വീണ്ടും 2 വന്നു. അപ്പോൾ 20കകത്ത് 3 6 ടൈംസ്. ഇപ്പോൾ 4.186 കിട്ടി. 4.186 മൈനസ് 1.732 ഇടാം. 732 ഇവിടെ 3 ഡിജിറ്റ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. 4.186 മൈനസ് 1.732. 6 മൈനസ് 2 8 മൈനസ് 3 2.454 എന്ന് കിട്ടി. ഇത് എന്തിൻ്റെ ഏരിയ ഓഫ് ഹാഫ് ഓഫ് ദ കോമൺ റീജിയൻ ആയതേ ഉള്ളൂ. അതായത് ഈ മുകളിലെ ഹാഫേ ആയിട്ടുള്ളൂ. ഇനി അതേ ഏരിയ തന്നെയാണല്ലോ താഴത്തെ ഹാഫിൻ്റെയും. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. ഇനി ഏരിയ ഓഫ് ദ കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടിയാണ്. 2 ടൈംസ് 2.454 എന്ന് എഴുതാം. 2 ടൈംസ് 2.454 എന്ന് എഴുതാം. ഇനി അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ 4.908 എന്ന് കിട്ടി. സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ പരപ്പളവ്. ഈ കോമൺ റീജിയന്റെ പൊതുവായ ഭാഗത്തിന്റെ പരപ്പളവ് സമം 4.908 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 194ലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പിക്ചർ ബിലോ ഷോസ് സെമി സർക്കിൾസ് ഡ്രോൺ വിത്ത് ദ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റേഴ്സ്. പ്രൂവ് ദാറ്റ് ദ ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് സെമി സർക്കിൾ ഈസ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് അതർ ടു. ഇപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണമാണ്. മട്ടത്രികോണത്തിന്റെ ഓരോ വശങ്ങളും വ്യാസമായി വരുന്ന രീതിയിൽ, ഒരു വൃത്തത്തിന്റെ വ്യാസമായിട്ട് വരുന്ന രീതിയിൽ അർദ്ധവൃത്തങ്ങൾ വരച്ചിരിക്കുക. ആ അർദ്ധവൃത്തങ്ങൾ, അതായത് ഏറ്റവും വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്ന മറ്റ് 2 ചെറിയ അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകളുടെ തുകയാണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ പടം വരച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ത്രികോണത്തിന് പേര് കൊടുക്കാം. ABC. അപ്പൊ ഇതാണ് ഗ്രീൻ കളറിൽ, ഇത് റെഡും ഇത് ബ്ലൂവും. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് മായ്ക്കാണ്. ഇനി നമുക്ക് എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന് സ്മോൾ ലെറ്റർ എ എന്നും, ബി എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതിന് സ്മോൾ ലെറ്റർ ബി എന്നും, സി എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിന് സ്മോൾ ലെറ്റർ സി എന്നും പേര് കൊടുത്തു. കാരണം അതാണല്ലോ ഡയമീറ്റർ. ഓരോ സെമി സർക്കിളിന്റെയും ഓരോ അർദ്ധവൃത്തത്തിന്റെയും വ്യാസമായിട്ട് വരുന്ന അതാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പേര് കൊടുത്തത്. ഇനി നമുക്കറിയാവുന്ന എന്താ, ഒരു വൃത്തത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് എ സർക്കിൾ എന്താന്ന് നമുക്ക് നോക്കാം. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് πr² ആണല്ലോ. അപ്പൊ ഏരിയ ഓഫ് എ സെമി സർക്കിൾ എന്താ, പകുതിയല്ലേ അതിന്റെ. പകുതി എന്നുള്ളതിന് ഹാഫ് ഇട്ട് കൊടുക്കാം. ഹാഫ് πr². ഇനി ഇവിടെ റേഡിയസ് അല്ലല്ലോ തന്നിരിക്കുന്നത്, ഡയമീറ്റർ അല്ലേ തന്നിരിക്കുന്നത്, അഥവാ വ്യാസമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഈ 6 അഥവാ റേഡിയസ് കിട്ടുന്നത് എന്താ, ഡയമീറ്ററിന്റെ പകുതിയാണ്. അപ്പൊ 6ന് പകരം d/2² എന്ന് എഴുതാം അല്ലെ. അതായത് അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് ഹാഫ് പൈ d/2² എന്ന് എഴുതാം ആണല്ലോ. ഇനി നമുക്ക് ഓരോ അർദ്ധവൃത്തവും എടുക്കാം. അതായത് നമുക്ക്
ചെറിയ രണ്ട് അർദ്ധവൃത്തങ്ങളുടെ പരപ്പളവുകൾ ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഡയമീറ്റർ എ ആയിട്ടുള്ള അർദ്ധവൃത്തത്തിന്റെ പരപ്പളവാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഏരിയ ഓഫ് എ സെമി സർക്കിൾ ഡയമീറ്റർ എ ഈക്വൽ ടു ഡയമീറ്റർ എ ആയിട്ടുള്ള അർദ്ധവൃത്തത്തിന്റെ പരപ്പളം എന്ന് പറയുന്നത് അന്നേരം എന്ത് എഴുതാം? ഈ ഡയമീറ്റർ ഡിക്ക് വരെ എ എന്നിട്ട് കൊടുക്കാമല്ലോ. ഹാഫ് പൈ a/2 സ്ക്വയർ. വ്യാസം എ ആയിട്ടുള്ള അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് അതാണ് ഹാഫ് പൈ a/2 സ്ക്വയർ. ഇനി അടുത്ത ചെറുതെന്ന് പറയുന്ന സി വ്യാസമായിട്ടുള്ളതല്ലേ. അപ്പൊ ഏരിയ ഓഫ് സെമി സർക്കിൾ വിത്ത് ഡയമീറ്റർ സി ഈക്വൽ ടു ഹാഫ് പൈ c/2 സ്ക്വയർ. അതായത് വ്യാസം സി ആയിട്ടുള്ള അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ്. അതേപോലെ തന്നെ എക്ക് വരെ സി ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇത് രണ്ടും നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇത് രണ്ടിന്റെയും കൂടെ തുകയാണല്ലോ വേണ്ടത്. അതാണ് തുക ഈ വലിയ അർദ്ധവൃത്തത്തിന്റെ പരപ്പളവായിട്ട് കിട്ടണം, വലിയ സെമി സർക്കിളിന്റെ ഏരിയ ആയിട്ട് കിട്ടണം. അപ്പൊ ഇത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഹാഫ് പൈ a/2 സ്ക്വയർ പ്ലസ് ഹാഫ് പൈ c/2 സ്ക്വയർ. ഇവിടെ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ഹാഫ് പൈ ഉണ്ട് അല്ലെ. പിന്നെ ബാക്കി എന്താ ഉള്ളത്? a/2 സ്ക്വയർ പ്ലസ് c/2 സ്ക്വയർ. ഇനി ഈക്വൽ ടു ഹാഫ് പൈ ഇൻറ്റു a²/4 പ്ലസ് c²/4 എന്ന് എഴുതാമല്ലോ. a²/4 പ്ലസ് c²/4 എന്ന് എഴുതാം. ഇപ്പൊ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ കൊടുക്കാം. അപ്പൊ ഹാഫ് പൈ ഇൻറ്റു a² പ്ലസ് c²/4 എന്ന് എഴുതാം. ഇനി ഇതെന്താണ്? a² പ്ലസ് c² എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? ബൈ പൈതഗോറസ് തിയറം b², ബി ആണല്ലോ ഹൈപ്പോട്ടന്യൂസ്, b² ഈക്വൽ ടു a² പ്ലസ് c² എന്ന് എഴുതാമല്ലോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ ഇവിടെ a² പ്ലസ് c² എന്ന് പറയുന്ന b² ആണെങ്കിൽ ഈ ഇക്വേഷനകത്ത് ന്യൂമറേറ്ററിൽ a² പ്ലസ് c² വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിനെ എന്ത് എഴുതാം? ഞാൻ ഇവിടുത്തെ ഈക്വൽ ടു ആണ്. ഈക്വൽ ടു ഹാഫ് പൈ ഇൻറ്റു ഈ ന്യൂമറേറ്ററിന് പകരം എന്തെഴുതാം? b² എന്ന് എഴുതാം ബൈ 4 എന്ന് എഴുതാം. ഈ 4 ഡിനോമിനേറ്ററിൽ 4 അതുപോലെ എഴുതി. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് പൈ ഇൻറ്റു b/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഇതെന്തിന്റെ ഏരിയയാണ്? ഹാഫ് പൈ b/2 ഹോൾ സ്ക്വയർ. അപ്പൊ ബി ഡയമീറ്റർ ആയിട്ട് വരുന്നത്, അതായത് ഇതിന്റെ ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയ ആണ്. അപ്പൊ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഏരിയ ഓഫ് ബിഗസ്റ്റ് സെമി സർക്കിൾ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സം ഓഫ് ദി ഏരിയാസ് ഓഫ് 2 സ്മോളർ സെമി സർക്കിൾസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദ ബിഗസ്റ്റ് സെമി സർക്കിൾ എന്ന് കിട്ടി. അപ്പൊ അങ്ങനെ എഴുതിയാൽ മതി.